മാരകമാകുന്ന MDMA-യും LSD-യും ഹശീഷ് ഓയിലടക്കമുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും അതിന്മേൽ ബന്ധപ്പെട്ട് കണക്ഷനായി നിലകൊള്ളാൻ 5ാം ക്ലാസ്സിലും 6ലും 7ലും 8ലും 9ലും 10ലും +1നും +2നും മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വിദ്യാർത്ഥിനികളൊക്കെ അതിന് അഡിക്റ്റായിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കുമാറാവട്ടെ. വാപ്പ തന്റെ മകനെ ഉപേക്ഷിക്കാൻ വേണ്ടി പറമ്പത്ത് വന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോകുമ്പോൾ അവൻ അവിടെ നിന്ന് ചീത്ത വിളിക്കാൻ കായും മായും ഒക്കെ കൂട്ടി വാപ്പായെ ചീത്ത വിളിച്ചിട്ട് അവസാനം വാപ്പയുടെ മുതുകത്ത് വന്ന് അടിക്കുന്ന രംഗം ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇന്നത്തേതാകുന്ന വാർത്തയാണ്, ആളുകൾ കാണുന്നതാണ്. ആലോചിച്ചു നോക്ക്, എവിടേക്ക് പോയി. എന്നാൽ ആ പയ്യനെ വാപ്പയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒരു നരന്ത് പയ്യനാണ്. അപ്പൊ ഒന്ന് കൈവച്ചവനുണ്ടാവൂല, അത്രത്തോളം ഉള്ളൂ. പക്ഷെ അവന്റെ ഉള്ളിൽ കിടക്കുന്നതാകുന്ന ലഹരി അവനെ സ്വന്തം വാപ്പയെ അടിക്കാൻ മാത്രം, കൈയോങ്ങാൻ മാത്രം എത്തി എന്നുള്ളതാണ്. ലോകം മുഴുവൻ ആ വീഡിയോ വ്യാപിച്ചു എന്നുള്ളതാണ്. ലോകം മുഴുവനും എത്തി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെയേറെ ശ്രദ്ധിക്കണം നമ്മൾ, അല്ലെങ്കിൽ വലിയ അപകടമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫഅൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അനിൽ മുൻകരി. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള തടയലില്ലാത്ത യുഗത്തിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ സ്വഹാബ. അന്നത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടേതെന്ന് നബിയുനാ റസൂലുള്ളാഹി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്തത്വരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ, ലോകാവസാനം ഉണ്ടാവുകയില്ല സ്വഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്തത്വരീഖ്. പരസ്യമായി പട്ടാപ്പകലിൽ നടുറോഡിൽ വെച്ചുകൊണ്ട് അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ വേഴ്ച നടത്തുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. ഒരാൾ പോലും അതിനെ എതിർക്കാനുണ്ടാവുകയില്ല സ്വഹാബ. എതിർത്തിട്ടും കാര്യമില്ലാത്ത യുഗത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരസ്യമായി ബസ് സ്റ്റാൻഡുകളിലും ഒഴിഞ്ഞുള്ള കടമുറികളിലും ബീച്ച് റോഡുകളിലും നിരത്തുകളിലും ഇന്ന് കാണുന്ന കാഴ്ചകളല്ലേ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വേഴ്ച നടത്തുന്നത് ഈ സമുദായം കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? LGBTQ എന്ന ലോകമല്ലയോ? സ്ത്രീകളുമായി തന്നെ സ്വർഗ്ഗരതി അനുരാഗികളായി എനിക്കെന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ മതിയെന്ന് പരസ്യമായി സ്വന്തം ഉമ്മയോട് പറഞ്ഞ് വിവാഹത്തിന് വേണ്ടി ശാഠ്യം വെക്കുന്നതായ മക്കളുള്ളതായ കാലഘട്ടമല്ലേ, യുഗമല്ലയോ? എനിക്കെന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് ഇഷ്ടം, ഞങ്ങളാണ് ഒരുമിച്ച് വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ഗേകളായി ജീവിക്കുന്നതായ യുവാക്കളുള്ള കാലഘട്ടമല്ലേ? അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് ഏറ്റവും മോശപ്പെട്ട സംഗതിയായി പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പറഞ്ഞ സംഗതിയല്ലയോ? ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ പ്രവണത സ്വന്തം ശരീരത്തെ സ്വർഗ്ഗരതി അനുരാഗത്തിലേക്ക് മാറ്റിയെഴുതുന്നതായ ഏതൊരു പുരുഷനുണ്ടോ, സഹോദരിയുണ്ടോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ നീചവൃത്തികൾ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നതായ ഏതൊരു ലെസ്ബിയൻ യുവതിയുണ്ടോ, ഏതൊരു ഗേയാകുന്ന ചെറുപ്പക്കാരനുണ്ടോ, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി
എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതികളെ, പഠിച്ചു വെക്കുന്ന പാഠമാണ്. പുതിയ തലമുറ നിങ്ങൾക്ക് ക്യാമ്പസുകളിലൂടെ, സ്കൂളുകളിലൂടെ നിങ്ങൾക്ക് നൽകുന്ന പഠനവേദങ്ങളും നിങ്ങൾക്ക് നൽകുന്ന സംസ്കാരങ്ങളും ഒരുപക്ഷേ ഇസ്ലാമിന് അന്യമാകാം. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതാകുന്ന ബന്ധത്തെ കുറിച്ചല്ല ഖുർആനി പറയുന്നത്. സ്ത്രീകൾ സ്ത്രീകളുമായി, പുരുഷൻ പുരുഷനുമായി തന്നെ ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം കടന്നു വന്നാൽ ലോകാവസാനത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിലൂടെ പറയുകയാണ്, അല്ലാഹു ശപിച്ച വിഭാഗമാണ്, അല്ലാഹു ശപിച്ച വിഭാഗമാണ്. ഈ രീതിയിലുള്ള തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരെ, നന്മ കൊണ്ടുള്ള കൽപ്പന ഇല്ലാത്തതാകുന്ന സമുദായമേ, തിന്മ കൊണ്ടുള്ള തടയൽ ഈ ലോകത്ത് ഇല്ലാതായില്ലയോ, ആയില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവസാന കാലഘട്ടം എത്തുമ്പോ നന്മയുടെ വക്താക്കൾ ഉണ്ടാവുകയില്ല. ലാ തഖൂമുസ്സഅ, ലാ തഖൂമുസ്സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ, ഏറ്റവും നീചന്മാരുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമുസ്സഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല സഹാബ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹ് എന്ന വചനത്തിലാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ, കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ അല്ലാഹു എന്ന വ്യക്തിത്വമില്ലയോ? ആ പടച്ച റബ്ബിനെ ആരാധിക്കുവാൻ, അവനെ വർണ്ണിക്കുവാൻ, അവനെ പാടി പുകഴ്ത്തുവാൻ, അവന്റെ അവദാനങ്ങൾ പറയുവാൻ, അവന്റെ നാമങ്ങൾ അനുസ്മരിക്കുവാൻ ഈ ലോകത്ത് മനുഷ്യൻ തയ്യാറാക്ക യുഗം കടന്നു വരുമ്പോ ഈ ലോകം അവസാനിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനു വേണ്ടിയാണ് പൊട്ടച്ചിറ അൻവരിയെ പോലെയുള്ള കലാലയങ്ങൾ. കാരണം ഈ കലാലയങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അല്ലാഹുവിനെയാണ്. ഏകദൈവ വിശ്വാസമാണ്. ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ ആരാധിക്കാൻ ഉതകുന്ന കുട്ടികളെ പ്രാപ്തരാക്കുകയാ. അല്ലാഹുവിനെ ആരാധിക്കാവുള്ളേ എന്ന് ലോകരെ പഠിപ്പിക്കാൻ വിദ്യാർത്ഥികളെ പറഞ്ഞേക്കുകയാണ്.